പ്രതിഷേധങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വേഷം ഇതാദ്യമായിട്ടാണ്. അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രധാന വൈദ്യുതി ഉൽപാദന കേന്ദ്രമായ മൂലമറ്റത്ത് നടത്തിയ വ്യത്യസ്തമായ പ്രതിഷേധ സമരം KSEBക്ക് ഷോക്കടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വൈദ്യുതി ആവശ്യമില്ലാത്തതുമായ നിത്യോപയോഗ ഗൃഹോപകരണങ്ങൾ സെഷൻസ് ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ച് നടത്തിയ പ്രതീകാത്മക പ്രതിഷേധ സമരമാണ് ജനങ്ങൾക്ക് കൗതുകവും വൈദ്യുതി ബോർഡിന് താക്കീതുമായത്. പാളവിശറി, റാന്തൽ വിളക്ക്, മണ്ണെണ്ണ വിളക്ക്, പെട്രോൾ മാക്സ്, വിറകുകെട്ട്, കിണർ കപ്പി, റാഡ്, ആട്ടുകല്ല്, ഉരൽ, ഉലക്ക, അരിക്കലാമ്പ്, ബാറ്ററി, ടോർച്ച്, തീപ്പെട്ടി, ഫ്രിഡ്ജിന് പകരം മാംസം സൂക്ഷിച്ചിരുന്ന പാളക്കുമ്പിൾ തുടങ്ങി വൈദ്യുതി വേണ്ടാത്ത പഴയകാല ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ച് നടത്തിയ സമരമാണ് ശ്രദ്ധേയമായത്. കേരള കോൺഗ്രസ് അറക്കുളം കുടയത്തൂർ മണ്ഡലം കമ്മിറ്റി സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉരലിൽ ഉലക്ക കുത്തി ഉദ്ഘാടനം ചെയ്തു. അറക്കുളം മണ്ഡലം പ്രസിഡന്റ് AD മാത്യു അഞ്ചാനി അധ്യക്ഷത വഹിച്ച സമരത്തിൽ കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തുടിയൻ പ്ലക്കൽ പ്രദർശന വസ്തുക്കൾ പരിചയപ്പെടുത്തി. IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സാറ് പറഞ്ഞതുപോലെ ഇന്ന് കേരളം ഒരു പാലായനങ്ങളുടെ നാടായി മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഘടികാലത്ത് ഇവിടെ ഒരു PSC ടെസ്റ്റ് എഴുതിയാൽ ഇവിടെ ഒരു യുവാക്കൾക്ക് ജോലിയുണ്ടോ? ഒരു മിനിമം ഒരു സഖാവോ ഒരു DYFI പ്രവർത്തനമോ ഒരു SFI പ്രവർത്തനമോ ആണെങ്കിൽ പിൻവാതിൽ നിയമനം ഇവിടെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സാധാരണക്കാർ ചെറുപ്പക്കാരുടെ PSC ടെസ്റ്റ് എഴുതിയാൽ രക്ഷയില്ല. 10 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ തൊഴുത്ത് പണിതത്. ഇവിടെ ഒരു വീട് പണിയാൻ 4-5 നിലയുള്ള വീട് പണിയാൻ ഒരു 30 ലക്ഷം രൂപയുള്ളപ്പോൾ ഒരു തൊഴുത്ത് പണിയാൻ 40 ലക്ഷം രൂപ മുടക്കിയ സർക്കാരാണിത്. ഈ ഫണ്ടൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? മൂലമറ്റം ടൗണിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് ശേഷമാണ് സെഷൻസ് ഓഫീസ് ധർണയും പ്രദർശന പ്രതീകാത്മക സമരവും നടത്തിയത്.